നമസ്കാരം. മലയാളി വാർത്താ ഫോക്കസിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും അതിസമ്പന്നവും അതുപോലെ തന്നെ അതിസുരക്ഷയുമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. നിരവധി ആളുകളാണ് ഓരോ ദിവസവും അവിടേക്ക് എത്തുന്നത്. അത്രയേറെ ഒരു പ്രാധാന്യം എപ്പോഴും ആ ക്ഷേത്രത്തെ ചുറ്റുപറ്റി ഉണ്ടാകാറുണ്ട്. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് അവിടെ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് പല വസ്തുക്കളും കാണാതാകുന്നു എന്നുള്ളതാണ്. പലതും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഒരു ഭക്തൻ തന്നെ അറിയാതെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു വസ്തു കൊണ്ടുപോയി അയാളെ പിടിക്കുന്നു. ആ ഒരു വാർത്തയൊക്കെ നമ്മൾ വലിയ രീതിയിൽ ഇവിടെ ചർച്ച ചെയ്തതാണ്. ഏതായാലും ഇപ്പോഴും കഴിഞ്ഞ 2 ദിവസം മുമ്പ് പുറത്തു വന്നത് വീണ്ടും ചില അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ ക്ഷേത്രത്തിൽ നിന്ന് കാണാതാകുന്നു. അതെവിടെയാണ്, എന്ത് ചെയ്തു, ആരെടുത്തുകൊണ്ട് പോയി എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഒപ്പം ഭക്തർ നൽകിയിട്ടുള്ള ചില വഴിപാടുകൾ, ഇത്തരത്തിൽ സ്വർണ്ണമടക്കം കാണാതാകുന്നത്, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഈ ഒരു കൊള്ള കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം ശബരിമലയായിരുന്നു പ്രധാന വിഷയം. ഇപ്പോൾ അത് ഈ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ എന്താണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നത്? ഈ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേഷനും വരുന്നില്ല. അത് പോലീസുകാരെ മനഃപൂർവ്വം ഉന്നതരാണ് പ്രതികൾ എന്നുള്ളത് കൊണ്ട് മനഃപൂർവ്വം അയച്ചു കളയുന്നതാണോ, അതോ പ്രത്യേകിച്ച് ഒരു തെളിവും തുമ്പും കിട്ടാതെ അവസാനിപ്പിക്കുന്നതാണോ? അല്ല, അതിനകത്ത് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണെങ്കിൽ ക്ഷേത്രം എത്രയും വേഗം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണം എന്ന് ഞാൻ പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് എൻ്റെ ഒരു അഭിപ്രായത്തോട് ഒട്ടും യോജിപ്പുണ്ടാവില്ല. ഈ കൊള്ളക്കാരന്മാരുടെ കയ്യിലാണോ ഈ ക്ഷേത്രം കൊണ്ട് കൊടുക്കുന്നത്, ഇത്രയധികം നിധിയുള്ള ക്ഷേത്രം? പക്ഷേ നമ്മളങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. കാരണം ദേവസ്വം ബോർഡിന് കൊടുത്താൽ ആ ക്ഷേത്രത്തിനകത്ത് കൊള്ള നടക്കും എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ മറ്റൊരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സംവിധാനം മറ്റതിനേക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കണ്ടേ, അല്ലെങ്കിൽ അതുപോലെയെങ്കിലും പ്രവർത്തിക്കണ്ടേ? ഇത് അങ്ങേയറ്റത്തെ ഒരു അവഗണന, ദുരൂഹതകൾ, ഒരു ക്ഷേത്രത്തിനകത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇതൊക്കെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിൻ്റെ കൺട്രോൾ ഇല്ലാഞ്ഞിട്ടും നടക്കുന്നത്. അപ്പോൾ ഇതിനേക്കാളും അവർ കൊണ്ടുപോകുന്നതല്ലേ നല്ലത്? ദേവസ്വം ബോർഡിനകത്ത് എന്തെങ്കിലും കൊള്ള നടന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടന്നാലോ നമുക്കത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അങ്ങനെ കൊള്ള അടിച്ചവർ കുടുങ്ങും. പക്ഷേ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പോലും ആർക്കും അറിയില്ല. ഏറ്റവും ഒടുവിലത്തെ സംഭവം നോക്കൂ. സർക്കാർ റിപ്പോർട്ട് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വിലപിടിപ്പുള്ള ഒട്ടനവധി സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയിട്ടുണ്ട്. അവരതിനകത്ത് ലിസ്റ്റിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങളടക്കം മോഷണം പോയിട്ടുണ്ട്, അവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. പറയുന്നത് ആരാണ്? ആ ക്ഷേത്രത്തിന് സുരക്ഷ നൽകുന്ന പോലീസാണ്, പോലീസിൻ്റെ റിപ്പോർട്ടാണ്. അതേസമയം തന്നെ ഇങ്ങനെ ഒരു വാർത്ത വന്ന് 2 ദിവസം കഴിയുമ്പോൾ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഒരു വിശദീകരണ കുറിപ്പിറങ്ങും. ഇങ്ങനെ ഒരു വാർത്ത കണ്ടു, ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണ്, അങ്ങനെ ഒന്നും ഇവിടെ മോഷണം പോയിട്ടില്ല എന്നൊരു കത്ത് വരുന്നു, ഒരു പത്രക്കുറിപ്പ് വരുന്നു. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത ദിവസം അവിടുത്തെ ഭരണസമിതി യോഗം ചേരുന്നു. ഭരണസമിതി യോഗം ചേർന്നതിന് ശേഷം വീണ്ടും ഒരു പത്രക്കുറിപ്പ് വരുന്നു. അതായത് പോലീസിൻ്റെ റിപ്പോർട്ട് ശരിയല്ല, ഞങ്ങൾ ഈ പറയുന്ന കാണാതെ പോയി എന്ന് പറയുന്ന സ്വർണ്ണാഭരണങ്ങൾ, വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചതാണ്. അത് നേരിട്ട് പരിശോധിച്ച് വിലയിരുത്തി ഞങ്ങളിതാ പറയുന്നു, എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട് എന്ന് പറയുന്നു. ഇതെന്തൊരു വിരോധാഭാസമാണ്? ക്ഷേത്രത്തിന് സുരക്ഷ നൽകുന്ന പോലീസും ഒരു കാര്യം പറയുന്നു, അതിന് നേരെ ഘടകവിരുദ്ധമായ ഒരു കാര്യം എക്സിക്യൂട്ടീവ് ഓഫീസറും ഭരണസമിതി അംഗങ്ങളും പറയും. ഇതിൽ തന്നെ ഒരു ദുരൂഹതയില്ലേ? ഇപ്പോഴും പോലീസ് അവരുടെ റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഒരു സുരക്ഷയും ഇല്ല എന്നാണ് അർത്ഥം. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് സംഭവമാണ്. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നത് മാത്രം, പുറത്തേക്ക് വരാത്തത് വിട്ടുകളയുക, പുറത്തേക്ക് വന്ന വാർത്തകൾ മാത്രം ഒന്ന് സെർച്ച് ചെയ്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പല വിലപിടിപ്പുള്ള വസ്തുക്കളും പുറത്തേക്ക് മോഷണം പോയതായ വാർത്തകൾ കാണാം. 2 ദിവസം കഴിഞ്ഞ് കിട്ടിയതായിട്ടുള്ള വാർത്തയും കാണാം. എന്തിന് അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന, അവിടെ നിവേദ്യം കൊടുക്കാൻ വെച്ചിരുന്ന പാല് പോലും മോഷണം പോയി. അതെന്തായാലും തിരികെ വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അത് തിരികെ വന്നിട്ടില്ല. കിണ്ടി മോഷണം പോകുന്നു, ചെറിയ ഉരുളി മോഷണം പോകുന്നു. ഇതെല്ലാം മറ്റ് പല സംസ്ഥാനങ്ങളും തിരിച്ചു വരുന്നു. പല തിരുവാഭരണങ്ങൾ മോഷണം പോയി എന്ന് റിപ്പോർട്ട് വരുന്നു. സ്വർണം പൂശാനായി കൊണ്ടുവച്ചിരുന്ന സ്വർണം കളവ് പോകുന്നു. അത് 4-5 ദിവസത്തിനകത്ത് അന്വേഷണം മുടുകുമ്പോൾ അത് അവിടെ നിന്ന് ഇവിടെ നിന്നെങ്കിലും കിട്ടുകയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? വളരെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ള അമൂല്യമായ നിധിശേഖരമുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് മോഷണം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. മോഷണം പോകുന്നുണ്ട് പലതും പുറത്തേക്ക് വരുമ്പോൾ അത് അവിടെ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞാൽ
കള്ളൻ കപ്പലിൽ തന്നെ എന്നാണ് അതിൻ്റെ ഏറ്റവും ആത്യന്തികമായി നമുക്ക് പറയാൻ സാധിക്കുക. അതിനപ്പുറം ഇതിനൊരു വേറൊരു അർത്ഥമില്ലല്ലോ. പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൻ്റെ തിലകക്കുറിയാണ്. തിരുവനന്തപുരം നഗരം അറിയപ്പെടുന്നത് ഈ ക്ഷേത്രം കൊണ്ടാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനം, തിരുവനന്തപുരം നഗരത്തിൻ്റെ മറ്റ് ഭാവി, ഇതെല്ലാം ഈ ക്ഷേത്രത്തെ ആശ്രയിച്ചാണ് നടക്കേണ്ടത്. എങ്ങനെയാണോ മധുര മീനാക്ഷി ക്ഷേത്രം മധുര നഗരത്തെ പരിപാലിക്കുന്നത്, അല്ലെങ്കിൽ മധുര നഗരത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ടോ അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ദേശനാഥനാണ് അവിടെ പള്ളി കൊള്ളുന്ന അനന്തപത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ ശ്രീകോവിലായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അത്രമാത്രം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നഗരത്തിന്. നഗരത്തിൻ്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകേണ്ട ഒരു ക്ഷേത്രമാണ്. അതിപ്പോൾ ഈ രീതിയിൽ അവഗണിക്കപ്പെട്ട് ഒരു മിസ്മാനേജ്മെൻറ്റിലൂടെ കടന്നുപോയി മോഷണം പോകുന്നില്ല, അത് അതിനകത്തുണ്ട് ഇല്ല എന്ന് പറയുന്നു. ചില നിലവറകൾ തുറന്ന് കണക്കെടുത്തു, മറ്റു ചില നിലവറകൾ തുറക്കുന്നില്ല. അത് തുറന്നു കഴിഞ്ഞാൽ കടൽ കയറുമെന്ന് പറയുന്നു, വിഷസർപ്പങ്ങൾ വരുമെന്ന് പറയുന്നു. അതിനകത്ത് ദുരൂഹതയുണ്ട്. അതിനകത്ത് നിധി ഉണ്ടെങ്കിൽ തുറക്കൂ, അതിൻ്റെ കണക്കെടുക്കൂ. ഇനിയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, ഇനിയെങ്കിലും നഷ്ടപ്പെടാതിരിക്കാനുള്ള കൃത്യമായ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ടെമ്പിൾ മാനേജ്മെൻറ്റ് അവിടെ ഉറപ്പുവരുത്താൻ ആർക്കാണ് മടി? ഈ ചോദ്യമാണ്. ഇവർക്ക് കഴിയില്ല എങ്കിൽ ഞാൻ പറയുന്ന അടുത്ത സംവിധാനം ദേവസ്വം ബോർഡ് തന്നെയാണ്. സർക്കാർ അത് വളരെ ഗൗരവത്തോടു കൂടി പരിഗണിക്കണം. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ഇപ്പോൾ വലിയ വിലപിടിപ്പുള്ള വസ്തുവകകളുള്ള ക്ഷേത്രങ്ങളെല്ലാം ഇപ്പോൾ തന്നെ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുണ്ട്. അതിൽ കണക്കെഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തട്ടിപ്പുകൾ, ചെറിയ തുകകളുണ്ടാവാം. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ അടിച്ചുകൊണ്ട് പോയതാണ്. അല്ല എങ്കിൽ ദേവസ്വം ബോർഡിനകത്ത് തീർച്ചയായിട്ടും അതിനകത്ത് തട്ടിപ്പും വെട്ടിപ്പും അതുപോലെ തന്നെ ഈ കരാറുകളിലെ അഴിമതി അതൊക്കെ ഉണ്ടാകാം. പക്ഷേ ഈ പറയുന്ന അമൂല്യമായ നിധികൾ അത് മോഷണം പോവുക, അത് കടൽ കടന്നു പോവുക, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകളും വെച്ച് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിന് ചുറ്റുപാടും താമസിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു മൂർത്തിയെ മാത്രം രക്ഷകനായി കണ്ട് ആരാധിച്ചു വരുന്ന ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശങ്ക വരുത്തേണ്ട കാര്യമുണ്ടോ? സർക്കാർ അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടലുകൾ നടത്തണം എന്നാണ് ഇനി പറയാനുള്ളത്. കാരണം സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഈ ദേവസ്വം ബോർഡിലേക്ക് ഇത് പോകാതെ കൃത്യമായി തന്നെ അത് രാജകുടുംബത്തിലേക്ക് വരണമെന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തനമൊക്കെ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാം ഇന്ന് ഇത് മാറി ചിന്തിക്കുകയാണ്. ഇത് സർക്കാർ സംവിധാനത്തിലേക്ക് പോകട്ടെ, ഇതിനേക്കാളും നല്ലത് അതാണ് എന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതിപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം ഇവിടെ കവടിയാർ കൊട്ടാരത്തിൽ നിന്നും ഗൗരി ലക്ഷ്മിബായിയുടെ പല ആഭരണങ്ങളും അതും അവരുടെ റൂമിൽ നിന്ന് ഇത്രയേറെ സുരക്ഷയുള്ള, അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ഒരു സാധാരണക്കാർക്ക് അകത്തോട്ട് കയറി ചെല്ലാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള അതീവ സുരക്ഷയുള്ള ഈ ഒരു കൊട്ടാരത്തിൻ്റെ അകത്ത് നിന്നും ഇതുപോലെ കുറേ ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന ഒരുപാട് പഴയ സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ അമൂല്യമായിട്ടുള്ള പലതും കാണാതായിട്ടുണ്ട്. ഇപ്പം ഇത് രണ്ടും തമ്മിലൊരു ബന്ധമുണ്ടോന്നോ, അതും എവിടെയാണ് എന്താണ് എന്നുള്ളതിന് ഒരു തുമ്പുമില്ല. എവിടേക്ക് പോയി എന്നുള്ളതോ ഒന്നും, അതും കാണാതായിട്ട് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ മാധ്യമങ്ങളിലൂടെ ഈ വാർത്തയൊക്കെ പുറത്തു വരുന്നത്. കാണാതായിട്ടും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നും കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇല്ല, ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ടാകാം, പക്ഷേ ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. തീർച്ചയായും ബന്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കൊട്ടാരം എന്ന് പറയുന്നത് അത് നമുക്ക് കൊട്ടാരം എന്ന് പറഞ്ഞുകൂടാ. കാരണം അതൊരു സ്വകാര്യ സ്വത്താണ്. എല്ലാ സ്ഥലങ്ങളിലുമുള്ള പോലെ കൊട്ടാരം എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു രീതിയിലല്ല. അത് അവരുടെ ഒരു സ്വകാര്യ സ്വത്താണ്. അവിടെ ആർക്കും പ്രവേശനമില്ല. അവിടെ എന്തുണ്ടോ അതെല്ലാം അവരുടേത് മാത്രമാണ്. അത് മോഷണം പോയാൽ അത് അവരുടെ നഷ്ടമാണ്. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രം അങ്ങനെയല്ല. അത് ഒരു പൊതു സ്വത്താണ്. ഇപ്പോൾ രാജകുടുംബത്തിനാണ് ഉടമസ്ഥാവകാശമെങ്കിലും ക്ഷേത്രം ഒരു പൊതു സ്വത്താണ്. അവിടെയുള്ള സ്വത്തുക്കളെല്ലാം ഭഗവാന്റേതാണ്. അവിടെയുള്ള പൊതു സ്വത്ത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കയറിയെടുക്കാൻ സർക്കാരിലേക്ക് കണ്ടുകെട്ടാം, അങ്ങനെയല്ല. അവിടെയുള്ള സ്വത്തുക്കളെല്ലാം ആ മൂർത്തിയുടെ സ്വത്താണ്. അത് ഒരു കാരണവശാലും ഭക്തരോ അല്ലെങ്കിൽ വിശ്വാസികളോ അവിശ്വാസികളോ അത് തൊടാൻ പാടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ സ്വത്തുക്കൾ സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ട ബാധ്യത എല്ലാവർക്കുമുണ്ട്. കൊട്ടാരത്തിൽ പോകുന്നെങ്കിൽ അത് അവരുടെ കാര്യം മാത്രമാണ്. നാട്ടുകാർക്ക് അതിനകത്ത് യാതൊരുവിധ കാര്യവുമില്ല. അത് പൂർണ്ണമായും അവരുടേത് മാത്രമാണ്. എല്ലാ കൊട്ടാരങ്ങളും പോലെ, മറ്റുള്ള കൊട്ടാരങ്ങളൊക്കെ പോലെ നമുക്കിപ്പോൾ കനകക്കുന്ന് കൊട്ടാരം പോലെ കവടിയാർ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലാനോ ഒന്നും പറ്റില്ല. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അത് അവരുടെ വീടാണ്. പക്ഷേ അത് അങ്ങനെ അല്ല. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവരുടെ രണ്ടും രണ്ട് കാറ്റഗറിയാണ്. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ ഇതിന് അപകടം മനസ്സിലാകും.
കാരണം ഒരു മഹാക്ഷേത്രമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം അമൂല്യമായ ആൻറ്റിക് വാല്യൂ ഉള്ള സ്വർണ്ണശേഖരമുള്ള ഒരു ക്ഷേത്രമാണ്. അത് സമ്മതിച്ചല്ലോ. അത് എല്ലാവർക്കും അതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ആ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി ഒന്ന് പരിശോധിക്കണം. ആ ക്ഷേത്രത്തിൻ്റെ ഭരണം നിർവഹിക്കുന്ന ആരാണ്? ഒരു കേന്ദ്ര സർക്കാർ പ്രതിനിധി, ഒരു സംസ്ഥാന സർക്കാർ പ്രതിനിധി, ഒരു രാജകുടുംബത്തിൻ്റെ പ്രതിനിധി. ഇതാണ് അവിടുത്തെ ഒരു ഭരണ സംവിധാനം. കേന്ദ്ര സർക്കാർ പ്രതിനിധി ഒരു ദിശയിലേക്ക് പോകും, സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി മറ്റൊരു ദിശയിലേക്ക് പോകും, രാജകുടുംബം മറ്റൊരു ദിശയിലേക്ക് പോകും. ഇങ്ങനെ ദിശ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഈ ഭരണസമിതിക്ക് ക്ഷേത്രകാര്യങ്ങൾ വിജയകരമായി നടപ്പാക്കാൻ കഴിയാത്തത്. ക്ഷേത്രത്തിലെ ജീവനക്കാർ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് വെച്ച് ചിക്കൻ ബിരിയാണി കഴിച്ചു എന്ന് പറഞ്ഞാൽ, അതും ഇത്രയധികം പേരും പ്രശസ്തിയുമുള്ള ഒരു ക്ഷേത്രത്തിനകത്ത് കഴിച്ചുവെന്നും ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ പോയിൻ്റ് കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്ത് കയറ്റാൻ പാടില്ലാത്ത മാംസാഹാരം കടത്തിവിട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ ആ ക്ഷേത്രത്തിന് എന്ത് സുരക്ഷയാണുള്ളത്? പുറത്തു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ ക്ഷേത്രത്തിനകത്ത് നടന്നിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ കീർത്തിക്ക് അത് പ്രശ്നമാകും എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് പറയാത്തത്. പക്ഷേ ഇത്രയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭക്തരായിട്ടുള്ള ആളുകൾ ഉടൻ തന്നെ ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ ഐക്യം രൂപപ്പെടുത്തുക. പലരും അത് രാജകുടുംബത്തിലേക്ക് പോകട്ടെ, പലരും പറയുന്നു അത് ഇങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ, പല അഭിപ്രായങ്ങളിലേക്ക് നിൽക്കാതെ ഹിന്ദു സമൂഹം പ്രത്യേകിച്ചും ഒരു ഏകാഭിപ്രായത്തിലേക്ക് വരേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇത് സർക്കാരിൻ്റേതായ നടപടികളിലേക്ക് പോകും. പിന്നെ അത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നിരന്തരം ഈ വിലപിടിപ്പുള്ള സാധനങ്ങൾ അറ്റകുറ്റപ്പണിക്കെന്ന് പറഞ്ഞാണ് ഈ പുറത്തു പോകുന്നത്. ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണിക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എന്താണ് വന്നതെന്ന് നമ്മൾ കണ്ടു. സ്വർണം മാറി ചെമ്പായിട്ടാണ് വന്നത്. അപ്പോൾ അതുപോലെ ഈ ആൻറ്റീക്ക് വാല്യൂ ഉള്ള സാധനങ്ങളൊക്കെ പുറത്തു പോകുന്നു, അത് തിരിച്ചു വരുന്നു. അത് ചോദ്യം ചെയ്യപ്പെടുന്നതുവരെ അതിനെക്കുറിച്ച് അനക്കമില്ല. താഴികക്കുടം ഇന്ന് ഈ അടുത്ത കാലത്താണ് അവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആണ് ഈ അടുത്ത കാലത്താണ് താഴികക്കുടം സ്ഥാപിച്ചത്. ഇത്തരത്തിൽ കാണാതാകുന്ന ഓരോ വസ്തുവും പുറത്തേക്ക് പോകുന്നു. ഇത് കണ്ടില്ല എന്ന് ചെറിയ വാർത്ത വരുമ്പോഴത്തേക്കും തിരിച്ചു വരുന്നു. ഇതെന്ത് അത്ഭുതമാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് എന്നാണ് അന്വേഷിക്കേണ്ടത്. അത്തരത്തിൽ പോലീസിനൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വിവരം പ്രകാരം വളരെ ശാസ്ത്രീയമായ സുരക്ഷയാണ് ഈ പറയുന്ന അവിടെ പല CCTV ഇപ്പോഴും വർക്കിംഗ് അതാണ് ഞാൻ പറഞ്ഞത്. പല സുരക്ഷാ ഉപകരണങ്ങളും അവിടെ വർക്കിംഗ് അല്ല. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം, അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒരു ഭക്തരെ കടത്തിവിടുമ്പോൾ എത്രത്തോളം പരിശോധനയുണ്ട്. നമുക്ക് സ്മാർട്ട് വാച്ച് ഉപയോഗിക്കാൻ പറ്റില്ല, ബാഗ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ അത്രയും ഒരു സാധാരണ ഒരു ഭക്തനെ അടിമുടി പരിശോധിച്ചിട്ടാണ് അകത്തോട്ട് കയറ്റി വിടുന്നത്. പിന്നെ എന്താണ് ഈ സംഭവിക്കുന്നത് എന്നാണ്. അതാണ് ഈ അധികാരപ്പെട്ടവർ എത്രയും വേഗം ഈ ക്ഷേത്രത്തിൽ ദുരൂഹമായ പല കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ചുമതല വഹിക്കുന്നവരാരാണ്? ഇതിൻ്റെ ഭരണസമിതി അംഗങ്ങൾ, ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ മുതൽ ഇങ്ങോട്ടുള്ള പല പ്രധാനപ്പെട്ട ജീവനക്കാർ, ഇവരെയെല്ലാം തൽക്ഷണം അവിടെ നിന്ന് മാറ്റുകയും ക്ഷേത്രത്തെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. അത് സർക്കാരിന് മാത്രമേ സാധിക്കൂ. പക്ഷേ സർക്കാർ ഈ നിലയ്ക്ക് അങ്ങനെ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ ഭക്തരുടെ ഭാഗത്തു നിന്നും എന്ത് പ്രതികരണമാണ് ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭക്തജനങ്ങളും ഹിന്ദു സംഘടനകളും എല്ലാവരും ഒരുമിച്ച് കൂടി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഇതിനകത്തൊരു ഏകാഭിപ്രായത്തിലേക്ക് വരികയും വേണം. എന്നാൽ മാത്രമേ ക്ഷേത്രത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ഇല്ല എങ്കിൽ ഇതിങ്ങനെ തന്നെ അങ്ങ് പോവും. അവിടെ ഉള്ള എന്തൊക്കെയാണുള്ളതെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. അത് പിന്നീട് നാളെ ഒരു കാലത്ത് തുറന്നു നോക്കുമ്പോൾ ഒരുപക്ഷെ അവിടെ ഒന്നും ഉണ്ടാവില്ല. പലതും പുറത്തേക്ക് പോയേക്കാം. മോഷണ കേസുകൾ ഇനിയും നമ്മൾ കാണും. പലരും അതിനകത്ത് അനധികൃതമായി കടന്നു കയറാറുണ്ട്. ആചാരത്തിന് വിരുദ്ധമായി പലരും കടന്നു കയറിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ക്യാമറയുള്ള കണ്ണടകളൊക്കെ വെച്ച് നിരീക്ഷണവുമായി പോയിട്ടുണ്ട്. പലതവണ ഡ്രോണുകൾ പറത്തിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ ഒരു സൂചനയാണ് എന്നറിയില്ല. നമുക്ക് പറയാൻ കഴിയാത്ത ഒരു അപകടം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ പറഞ്ഞ കാണാതായിട്ടുള്ള സാധനങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെടുമോ എന്നുള്ളതും അറിയില്ല. തീർച്ചയായിട്ടും പോലീസ് എന്തായാലും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. തുടർ നടപടികളുമായിട്ട് മുമ്പോട്ട് തന്നെയാണ് പോകുന്നത്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ഭക്തർക്ക് അവകാശമുണ്ട് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ എവിടെ പോകുന്നു എന്നുള്ളതിലൊരു ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു. അത് അവർക്ക് കിട്ടേണ്ട ഒരു മറുപടി തന്നെയാണ്. തീർച്ചയായിട്ടും അത് ലഭിക്കുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അതോ ഇനി വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ മോഷണങ്ങൾ ആവർത്തിക്കപ്പെടുവാണോ എന്നുള്ളത് കൂടി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമസ്കാരം.